ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 94. അപ്പോൾ ഇന്നാകെ മൊത്തം ജഗ പോകുകയാണ് വീട്ടിനകത്ത്. റീ എൻട്രി കയറിയ ഓരോരുത്തരും അവർ കയറിയതിൻ്റെ ആ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ അവർ നിന്ന സമയങ്ങളിൽ അവർക്ക് കോണ്ടന്റ് ഡെലിവർ ചെയ്യാൻ പറ്റാത്തതിനെ മൊത്തത്തിൽ എന്ത് ചെയ്തു, ഡെലിവർ ചെയ്യുന്നത് പോലെ ചിലർക്കൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്യുക, റിവെഞ്ച് അല്ല, പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് പോവുക എന്നുള്ള മൂഡിലൊക്കെ കയറിയ എല്ലാ കാര്യവും ഒന്ന് വിസിബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് എപ്പിസോഡ് തുടങ്ങുന്നത് അവരൊക്കെ എങ്ങനെ പുറത്ത് അനുഭവിച്ചു സാധനങ്ങൾ വെച്ചിട്ടുള്ള, അതായത് ഒരു കാര്യം പറയാ, ഉള്ളിലിപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നവര് ഇവരിപ്പോ പുറത്തിറങ്ങി കളി അറിഞ്ഞ് പിന്നെ വന്ന് പിന്നെ കളിക്കുകയാണ്. ഉള്ളിലുള്ളവര് ഇവരുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഏറെക്കുറെ പുറത്തുള്ളത് എങ്ങനെയായിരിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് കളിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ അവർ ഒരു ടോപ്പ് 7 എത്തിയതും ബാക്കിയുള്ളവരങ്ങനെ പോയതും. പിന്നെ ഓബിയസ്ലി ഈ പറഞ്ഞ PR സപ്പോർട്ടും PR തള്ളും ഉള്ളവരൊക്കെ അതിനകത്ത് ഇതൊന്നും അറിയാതെ തന്നെ നിൽക്കണുണ്ട്. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകുമ്പോൾ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറയാം. എപ്പിസോഡിനകത്ത് ഫസ്റ്റ് തന്നെ കാണുന്നത് എന്താ, ഈ ശൈത്യം ആദിലും നൂറിയും വന്നത് മുതൽ അവരൊരു ബെൽറ്റായിട്ടാണ് നടക്കുന്നത്. ശൈത്യം ഔട്ടാവുന്ന സമയത്തും ഏറെക്കുറെ അവർ ആ ബെൽറ്റ് തന്നെ ആയിരുന്നു. ബിക്കോസ് അനുമോളുമായിട്ടുള്ള ആ ഒരു ടേംസ് അത്ര സുഖകരമായിരുന്നില്ല ശൈത്യം പുറത്തു പോകുമ്പോൾ ഉണ്ടായിരുന്നത്. സോ തിരിച്ചു വന്നപ്പോഴും ശൈത്യം ആ ഒരു ബെൽറ്റിൽ തന്നെ റിമെയിൻ ചെയ്യാണ്. ഓക്കെ, ഇതിനിടയിൽ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഈ ശാരിക കേബിനെ കാണിക്കാൻ ഒരു വഴിയില്ല, മിക്കവാറും ഒളിപ്പിക്കാൻ പോവാന്ന്. അല്ലേ, ശാരിക കേബിനെ ശാരികേനെ കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഫുഡ് കഴിക്കുമ്പോഴേ അടിയാണ്. ശാരികയുടെ സീൻ എന്ന് പറയുന്നത് ആദില നോറയാണ്. ഓക്കെ, ആ സീൻ അതാണ് ശാരികയുടെ. ശാരിക റിലേറ്റഡ് ആയി, ശാരിക അനുമോൾ ആദില നോറ റിലേറ്റഡ് ആയിട്ടൊരു വേറെ സ്റ്റോറി ലൈൻ അവിടെ ബിൽഡ് ആവുന്നുണ്ട്. ഇതൊക്കെ എപ്പോ തുടങ്ങുന്നത് ഞാൻ സ്റ്റോറി ഇല്ല, നമ്മൾ ഇതുവരെയായിട്ട് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടില്ല. ലൈവിലൊക്കെ കാണിച്ചപ്പോൾ കാണാത്ത എന്തെങ്കിലും നമുക്കിങ്ങനെ മിസ്സായി പോയെന്നറിയാൻ എല്ലാം ഒരേ ടൈപ്പ് കഥകളാണ്. ഇങ്ങനത്തെ ഒരു ഡിഫറെന്റ് സ്റ്റോറി ലൈനോ ഇങ്ങനത്തെ കുറെ വേരിയൻസ് അതിൽ ഇൻവോൾവ് ആയൊന്നും നമുക്കറിയാൻ പാടില്ല. എന്താണെങ്കിലും ഇപ്പൊ അറിയാത്തവർക്കും കൂടി അത് അറിഞ്ഞു, ഇവരറിയിച്ചു. ശാരിക വന്നത് മുതൽ ആദിലയ്ക്കും നോറയ്ക്കിട്ടുള്ള അടിയാണ്. ഓക്കെ, അപ്പോൾ ശൈത്യ ഇവരൊപ്പം പോയി ഇരിക്കുന്നതും സംസാരിക്കുന്നതും ചോദ്യം ചെയ്യാണ് ആര്, ശാരിക. അത് ഓർഗാനിക് അല്ല, അതൊരു ഫേക്ക് സാധനമാണെന്നൊക്കെയാണ് ശാരികയുടെ ക്ലെയിം പോകുന്നത്. വീട്ടിലുള്ള പലർക്കും ഒപ്പം കയറിയ പലർക്കും ഇതിനെക്കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല. അവരെന്തിനാ കച്ചറ ഉണ്ടാക്കുന്നത്, ഏത് ഗ്രാവിറ്റിയിലുള്ള കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ക്ലൂലെസ് ആണ് അവർ. പിന്നെ പറഞ്ഞ് അതൊരു വൻ അടിയാവുന്നു. അത് ശൈത്യയുടെ എന്താ പറയുക പ്രൊഫഷനിലേക്ക് പോകുന്നു. അങ്ങനെ ആ സീന് കയ്യിൽ നിന്ന് പോവുകയാണ്. ഇതിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചറിയാം, രാവിലെ ഈ അടി ഉണ്ടാവുന്ന സമയത്ത് ആദിലും നോറി ഇത് പറഞ്ഞ ഫണ്ണായിട്ട് എടുക്കുന്നത്. അവരിതൊരു ഫൺ സാധനമായിട്ട് എടുക്കുന്നത്. ഈവൻ കാരണം വരുന്നവരാണ് അടി ഉണ്ടാക്കുന്നത്, ഇവർക്കൊന്നും ഇടപെടാനും ഒന്നുമില്ല, പറയാനും ഇല്ല. അല്ല, അത് മാത്രല്ല അടി ആദില നോറേന്റെ തലയിലേക്ക് ശക്തമായിട്ട് വരുന്നു എന്നുള്ളൊരു ക്ലൂ ഒന്നും അവർക്ക് രാവിലെ ഇല്ല. അവർ വിചാരിച്ചത് ശൈത്യനായിട്ടുള്ള ഒരു സാധനം വന്നപ്പോൾ സ്ക്രീൻ സ്പേസ് കിട്ടാൻ ശാരിക കയറി അടിച്ചതാന്നുള്ള രീതിയിലാണ് അവർ കൊടുത്തിട്ടുള്ളത് തോന്നുന്നു. അതിൻ്റെ ചുറ്റുവട്ടത്തുള്ളവരെല്ലാവരും ആ രീതിയിൽ അതൊരു ഫണ്ണായിട്ടാണ് ഈ സാധനം എടുക്കുന്നത്. ഓക്കെ, അങ്ങനെ എടുത്തോളൂ ഈ സാധനം എസ്കലേറ്റ് ചെയ്ത് പോവുകയാണ്. ഈ സാധനം എസ്കലേറ്റ് ചെയ്ത് പോയിട്ട് ഇത് അവിടെ എവിടെയും നിൽക്കാതെ ഇതിൻ്റെ ഒരു കോർ റീസണിലേക്ക് ചെന്ന് നിൽക്കുകയാണ്. മനസ്സിലായി, ഇതിൻ്റെ റീസൺ എന്താ, ഇതെന്താ വിഷയം എന്നുള്ളതിലേക്ക് ചെന്ന് നിൽക്കുമ്പോഴാണ് കാര്യങ്ങൾ മാറുന്നത്. അതായത് ആദില പറയുന്നു അനുമോൾ അനുമോള് കെട്ടിപ്പിടിച്ച സമയത്തോ അനുമോൾ എങ്ങാണ്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞ സമയത്തോ ശാരിക ഇവരോട് ആദില നോറയോട് പറഞ്ഞു അനുമോക്ക് ഒരു തരം വേറൊരു അപ്രോച്ച്, ഓക്കെ, ലെസ്ബിയൻ അപ്രോച്ച്, അതവിടെ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് അവര്. ആ ഒരു അപ്രോച്ച് ശാരികയോടുണ്ട്. ശാരിക കോളേജിൽ പഠിക്കുന്ന സമയത്ത് പല ആളുകൾക്കും പെൺകുട്ടികൾക്ക് അങ്ങനെ ശാരികയോട് തോന്നിയിട്ടുണ്ട്. അപ്പം അനുമോൾ പല സമയങ്ങളിലായിട്ടുള്ള അനുമോളുടെ അപ്രോച്ച് കാട്ടിക്കൂട്ടലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ പറഞ്ഞ ശാരികയ്ക്ക് അത് തോന്നിയിട്ടുണ്ട്. ഇതാണ് സീന്. ഇത് ആദിലും നോറയും പോയി ചോദിക്കുകയും ചെയ്തു. ഞാൻ ഈ ഒരു എപ്പിസോഡ് കൊണ്ട് മനസ്സിലാക്കിയൊരു കാര്യം ഞാൻ പറയട്ടെ, ഇത് എത്ര പേർക്ക് കണക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. അനുമോൾ ഉള്ള പോലെ തന്നെ
ഈ ആദിൽ നൂറി എല്ലാ സീനിലും ഉണ്ട്. പക്ഷെ അനുമോള് എക്സ്പോസ്ഡ് ആയി അല്ലെങ്കിൽ അനുമോളുടെയിലേക്ക് ഫോക്കസ് ചെയ്യുന്ന അത്ര ഫോക്കസ് ആരിലേക്ക് വരുന്നില്ല, ആദില നോറയിലേക്ക് വരുന്നില്ല. മനസ്സിലായോ? പലപ്പോഴായിട്ട് അനുമോള് എക്സ്ട്രീമായിട്ട് എക്സ്പോസ്ഡ് ആവുന്നുണ്ട്, ആദില നോറ വളരെ കണ്ണിങ് ആയിട്ട് എന്നൊക്കെ സ്കൂട്ടാവുന്നു. ഈ വിഷയം തന്നെ നമുക്ക് ഒന്ന് എടുത്തു വെച്ച് നോക്കാം. അതിനിടയിൽ ജിഷിനും വന്നു, അഭിലാഷും വന്ന സീനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഡാൻസ് അതെ അതെ, പക്ഷെ ഇതിപ്പോ ഒരുമാതിരി കരുതി കൂട്ടി കളിച്ച പോലെ, അതായത് അത് ഹിറ്റാണ് പറഞ്ഞുകൊണ്ട് പിന്നെ ഇറങ്ങിയ സമയത്ത് ആ സാധനം കളിച്ച പോലെയാണ് എനിക്ക് ആ സാധനം തോന്നിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതങ്ങനെയായിട്ട് ഏറ്റില്ല ആ സാധനം. അതിനുശേഷം നമ്മളുടെ റന ഫാത്തിമയും അഭിലാഷും വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, റേനയായിട്ടുള്ള അത് ശരിക്കും അത് ശരിക്കും എനിക്ക് അങ്ങനെ എന്താ പറയാ, കലാഭവൻ സരികേന്റെ ആ അടിയൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഞാനാ ചിന്തിച്ച് സരികയ്ക്ക് സങ്കടമായിട്ടുണ്ടാവും. കാരണം 3ാമത്തെ ആഴ്ചയിൽ വന്നതല്ലേ പോയതല്ലേ എന്ന് പറഞ്ഞത്. എടി, ഈ റന ഫാത്തിമ ഫ്രം ദ ഡേ 1 ആ വീട്ടിനകത്ത് ഇങ്ങനെ തന്നെ പ്രൊവോക്ക് ചെയ്ത ഒരാളാ. മനസ്സിലായോ? ഇവർ പുറത്തിറങ്ങിയിട്ട് റന ഫാത്തിമ എന്താ, ഇവരെന്താ, ഇവരുടെ കണ്ടന്റുകൾ എന്തായിരുന്നു അതിനകത്ത് സംഭവിച്ചതെന്നുള്ളതിനെ കുറിച്ചിട്ട് അവർ കണ്ടില്ലെങ്കിലും ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുത്തു കാണുമല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞ സരികനോട് അങ്ങനെ പറയുമ്പോ നോർമലായിട്ട് തോന്നിക്കാണും. പക്ഷെ എന്നാലും സരിക ചെയ്യുന്നെന്താ, സരികനോട് സരിക അതിനകത്ത് വന്നിട്ട് പറയുന്നെന്താ, എന്നോട് എൻ്റെ വീട്ടുകാരും ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട് നീ കരയുന്നില്ല അവിടെ, അപ്പൊ നീ ബോൾഡായി നിന്നൂടെ, നിനക്ക് അടി ഉണ്ടാക്കി കൂടെ എന്ന് ചോദിക്കുമ്പോൾ പിന്നെയും വീണ്ടും വന്നിട്ട് ഇവര് കരയന്നല്ലേ ചെയ്യുന്നത്. അപ്പൊ അതെന്താ അറിയോ, ഒരു തലക്കില് കലാഭവൻ സരികയ്ക്കൊക്കെ ഇപ്പൊ കലാഭവൻ സരിക പിന്നെ നമ്മളുടെ മുൻഷി ഇവർക്കൊക്കെ ഒരു ബാഗേജ് ഉണ്ട്. എന്ത് ഇറങ്ങിപ്പോയപ്പോ മാസമായിട്ടല്ല പോയെ. ഓക്കെ, കുറച്ച് ദിവസം നിന്നുള്ളൂ. അങ്ങനത്തെ കുറേ ഈഗോ സാധനങ്ങൾ തലയ്ക്കകത്തുണ്ട്. പിന്നെ പലരും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ചുറ്റുവട്ടത്തുള്ളവരും സൈബർ ബുള്ളിങ് ആയിട്ടൊക്കെ ഇത് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല പാവങ്ങൾ. ഈ ലൂപ്പിൽ നിന്ന് പുറത്തു വരാൻ കുറച്ച് സമയം പിടിക്കും. വെരി അൺഫോർച്ചുനേറ്റ് ആണ്. ബിഗ് ബോസ് പോയാത അവസ്ഥയാണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, ഇപ്പം ഈ റീ എൻട്രി കിട്ടിയ സമയത്ത് എന്ത് ചെയ്യണം, ഒന്ന് കത്തണം. അതൊക്കെ മുൻഷിയൊക്കെ കടന്ന് പെടാപ്പാടാണ് അതിനകത്ത്. സെയിം അവസ്ഥയാണ് എനിക്ക് ഈ പറഞ്ഞ കലാഭവൻ സരികയിലും തോന്നിയത്. അവർ വന്നിരുന്ന ആദ്യം അങ്ങോട്ട് റന ഫാത്തിമയോടെ അങ്ങോട്ട് അഴിച്ചു വിടുകയാണ്. ഓക്കെ, അതിനുശേഷം പിന്നെ അവർ തന്നെ പോയിരുന്ന് കരയുന്നു. അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ആളുകൾക്ക് ഇപ്പോഴാണ് ഇത് ശരിക്കും ബിഗ് ബോസ് ആയത്. അവർക്ക് ആദ്യം ഇത് ബിഗ് ബോസ് ആയിരുന്നില്ല, ഇപ്പോഴാണ് അവർക്കത് ബിഗ് ബോസ് ആവുന്നത്. അപ്പം അങ്ങനെ ഒരു സൈഡിൽ കൂടി ആ സാധനം പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും മുൻഷി എവിടുന്ന്, ചിലരുടെയൊക്കെ വിചാരം പ്രാങ്കാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ഇപ്പം എപ്പിസോഡിലാണ്, ഞാൻ ഈ സാധനം ലൈവ് കണ്ടിട്ടില്ല. എപ്പിസോഡ് കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നിയത് പ്രാങ്കാണോ തോന്നി. സീക്രട്ട് ടാസ്ക് ഇയാൾ ഇന്നലെ മുതൽ സീക്രട്ട് ടാസ്ക് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ഞാൻ ആയിട്ടാണോ എന്ന് വിചാരിച്ചു പോയിടേ ഞാൻ. ആ രീതിയിലല്ലേ, ഒട്ടും ഒരു എന്താ പറയാ കൺവിൻസിങ് അല്ലാത്ത രീതിയിൽ അഭിനയിക്കാൻ വേണ്ടി ആർട്ടിഫിഷ്യലായിട്ട് കാണിക്കുന്ന ഒരു ഐറ്റം പോലെ എടുത്തു വെച്ച് കാണിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള അവരും പറയുന്നുണ്ട് എന്ത് കോമഡി ആയിട്ടാണ് ഫീൽ ആവുന്നത്. കോമഡിക്ക് അപ്പുറം ഒരു സംഗതി അതിനകത്ത് ഫീൽ ആവുന്നില്ല. അത് അവരും പേഴ്സണലി പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഐറ്റം കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പറഞ്ഞ അനുമോൾ സംഗതിയിലേക്ക് വന്നിട്ട് മസ്താനീൻ്റെ എൻട്രിയിലേക്ക് പോവാം. ഈ അനുമോള് ഇത് പറഞ്ഞു, അതായത് ഇവര് ചോദിച്ച സമയത്ത് അനുമോക്കൊരു പ്രശ്നവും ഇല്ല. അല്ല, ഇത് ഈ കലാഭവൻ സരികേന്റെ വിഷയത്തില് അനുമോക്കൊരു വിഷയവും ഇല്ല, അല്ലെങ്കിൽ അനുമോക്ക് അങ്ങനെ തോന്നലില്ല. അതായത് അനുമോക്ക് അങ്ങനെ സീനില്ല ശാരികയോട് എന്നുള്ളത് ആദില നോറ ചോദിച്ച സമയത്തും അവരത് പറഞ്ഞു എന്നാണ് പറയുന്നത് അനുമോള്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ വിഷയത്തിനകത്ത് ഇങ്ങനത്തെ ഒരു സീനുള്ളപ്പോൾ ഓക്കെ, ഈ ഒരു വിഷയം ഉണ്ടെങ്കിൽ സ്ട്രെയിറ്റ് അവേ എന്ത് ചെയ്യണം, ആ സാധനം ആദില നോറയോട് ചോദിച്ച് മുഖത്തടിച്ച മാതിരി ചോദിച്ചിട്ട് ആ സാധനം ക്ലിയർ ചെയ്യണം. പിന്നെ ഇതിൽ ക്ലിയർ ചെയ്യാൻ എന്താ ഉള്ളതെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഷാരിക എന്താ പറഞ്ഞത്, ഇതിലെന്താ ക്ലിയർ ചെയ്യാനുള്ള ഫാക്ടർ ഇതിനകത്ത്? അതായത് ഇങ്ങനൊരു എന്താ പറയുക കലാഭവൻ എന്ന് പറഞ്ഞു ഈ കെ ബി എന്ന് പറഞ്ഞത് കെ ബി ഇങ്ങനത്തെ ഒരു കാര്യം ആദില നോറയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, അവരത് അനുമോളോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അനുമോൾ അതിനൊരു ഉത്തരവും കൊടുത്തിട്ടുണ്ട്. പിന്നെ കെ ബിക്ക് ഈ സംഗതി, അതായത് പല വിഷയങ്ങളുടെ പിന്നിലും ഇവരുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവർ കെ ബി പോയി കഴിഞ്ഞിട്ടാണെങ്കിലോ അല്ലെങ്കിൽ കെ ബി ഉള്ളപ്പോഴാണെങ്കിലോ ഇതൊക്കെ നടക്കുന്നത് ആ ഡ്രസ്സിങ് റൂമിൻ്റെ അകത്ത് വെച്ചിട്ടാണ്.
ഇത് അവരുടെ ഇടയിൽ മാത്രം എനിക്ക് തോന്നുന്നില്ല. ഞാൻ വേറെ ഒരു ബിഗ് ബോസും അല്ലെങ്കിൽ ഇതിന്റെ ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കുന്ന മെയിൻ ചാനലുകളോ അല്ലെങ്കിൽ ഏത് ചാനലിലാണെങ്കിലും ഞാൻ ഈ ഒരു സ്റ്റോറി ലൈനോ ത്രെഡോ കണ്ടിട്ടില്ല. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല, ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം ഇപ്പോ KB എടുത്തിട്ട് പറയുമ്പോ അല്ലെങ്കിൽ KBക്ക് ആ ഒരു ദേഷ്യം ഉണ്ട് എന്നുള്ളത് വെച്ചിട്ട് ആദിലയോടും നോറയോടും അപ്രോച്ച് ചെയ്യുമ്പോൾ അത് ലൈക്ക് ഓക്കെ, അത് വെരി പേഴ്സണലാണ് KBന്റെ. അവർക്കാവും അതിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടാവുക, നമുക്കതിൻ്റെ ഒരു ഗ്രാവിറ്റി അറിയാൻ പാടില്ല അത് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു റെലവൻറ്റ് ഫേസ് എന്താന്നുള്ളത് അല്ലേ, വേറെ ഇപ്പൊ ഈ വേറെ രണ്ടാമതൊരാൾക്കും മൂന്നാമതൊരാളെന്നോട് പറയില്ല, ശാരീരിക അല്ലാതെ വേറൊരാൾക്കും അത് മനസ്സിലാവില്ല. ഓക്കെ, മനസ്സിൽ ഇരുന്ന് അങ്ങനെ ആയതായിരിക്കണം. അതിനിടയിൽ കൂടി ശൈത്യം ബാക്കി ടീമും വന്നിട്ട് കണ്ടോ ഇവിടെ അനുമോളാണ്, അനുമോൾ അങ്ങനെ ഒരു അപ്രോച്ച്. ഈ അനുമോളുടെ അപ്രോച്ച് നമുക്കറിയാലോ, ഈ അനീഷ് വിഷയത്തിൽ അനീഷാണെങ്കിലും മറ്റേ ആര്യനാണെന്നുണ്ടെങ്കിലും പ്രവീണാണ്, ഇതൊക്കെ നമ്മളിപ്പോ കണ്ടതാ. ഇന്നലെയൊക്കെ ആയിട്ട് ഇതൊക്കെ എല്ലാരും പറയുന്നുണ്ട്. അപ്പൊ ഈ അപ്രോച്ച് അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോ അനുമോൾ അപ്രോച്ച് കാർഡ് എന്ന് പറഞ്ഞാൽ പുതിയൊരു സാധനം ആക്കണ്ടായിരുന്നു ഈ സീസണിൽ, അടുത്തൊരു കാർഡ് അനുമോൾ അപ്രോച്ച് കാർഡ്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഗതിയാണ് എന്നുള്ള രീതിയിലൊക്കെ ആ ഐറ്റം വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് അത് അവർ ക്ലിയർ ചെയ്തു. ഓക്കെ, അപ്പോഴും ഞാൻ ആലോചിക്കുന്നത് അതിനിടയിലും ആദിലാനോറുണ്ട്. അത് ഈ ട്രയോ ഉണ്ടല്ലോ, ഈ പട്ട ഗേൾസ് എന്ന് പറഞ്ഞ സാധനം ഈ സീസണിൽ ഇവര് ഭയങ്കര ബുള്ളി ഗ്യാങ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ മറ്റേ ഗ്യാങ് ഉണ്ടല്ലോ, ടോക്സിക് ഗ്യാങ് എന്നൊക്കെ പറഞ്ഞിരുന്നത് ഈ ആണുങ്ങളെ ഗ്യാങ്ങിനെയാണ്. ഏത് അക്ബർ, ആര്യൻ, നെവിൻ, അപ്പാനി, ശരത്ത്, ഈ ഗ്യാങ്ങിനെ ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവരല്ല, ഈ പട്ടാ ഗേൾസ് ആണ് ഈ സീസണിലെ ഏറ്റവും ഇങ്ങനത്തെ ബുള്ളി ടോക്സിക് സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവർ നിന്നിട്ടാണ് ശരിക്കും കുരുതി കൊടുത്ത് ബാക്കി എല്ലാവരെയും ചാടിച്ചു വിട്ടത്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല അത് ബാക്കിയുള്ളവരെ തലയിൽ കൊണ്ടുപോയി വെച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത്. കാരണം എവിടെ നോക്കിയാലും ഇവരുടെ ഇൻവോൾവ്മെന്റ് ഈസ് വെരി എവിഡൻ്റ് ആണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കാര്യങ്ങളിലും ആദില നോറ വിസിബിൾ അല്ല, അനുമോൾ എക്സ്പോസ്ഡ് ആവും. ദാറ്റ്സ് എ റിയാലിറ്റി അല്ലേ? അതാണ്, അനുമോളാണ് എല്ലായിടത്തേക്കും വന്നിങ്ങനെ നിൽക്കുക. അവര് നൈസായിട്ട് വർത്താനം പറഞ്ഞിട്ട് രക്ഷപ്പെടും. അനുമോൾക്ക് ഒന്നാമത് പറയാറില്ലല്ലോ, എന്താ ചോദിച്ചു ഉത്തരം പറയാറില്ലല്ലോ, അതാണ്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം മസ്താനി വന്ന സമയത്ത് അപ്പാനി കുറച്ച് സീനാണ്. ഭയങ്കര പാട്ടൊക്കെ വെച്ച് വന്നു, പക്ഷെ ആരും അത്ര വെൽക്കമിങ് അല്ല. മസ്താനിന് ആരും വെൽക്കമിങ് അല്ല. നെവിൻ പിന്നെ അവിടെ പോയി എന്നിട്ട് ഞാൻ ഫാൻ ബോയ് ആണ് എന്നൊക്കെ പറഞ്ഞുള്ളൊരു പരിപാടി എടുക്കുന്നുണ്ട്. ബാക്കി ആർക്കും അങ്ങനെ ഒരു ആക്സെപ്റ്റൻസ് മസ്താനിനോട് ഉണ്ടാവും എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ആർക്കും അങ്ങനെ താല്പര്യമൊന്നും കാണിച്ചിട്ടില്ല ആരും. പിന്നെ ഓബിയസ്ലി അപ്പാനിയായിട്ടുള്ള അവരുടെ പേഴ്സണൽ ഇഷ്യൂസ്, പ്രശ്നങ്ങളുണ്ട്. അവിടെ അപ്പാനി മറ്റേ സാധനം പറഞ്ഞു, ഏത് പുറത്ത് ആര്യനായിട്ടുള്ള ഇത് ഇന്റർവ്യൂവിന്റെ കാര്യം അക്ബറിനോട് പറഞ്ഞു. അത് അപ്പാനിക്ക് ഭയങ്കര ഹേർട്ടായിട്ടുള്ള ഒരു ഐറ്റമാണ്. ഓക്കെ, കാരണം അപ്പാനിക്ക് വേണ്ടിയിട്ടാണ് ആര്യൻ മാസ്ക് വെച്ച് ഡാൻസ് കളിച്ച് പോയതും പരിപാടി എടുത്തത്. ഇനിയിപ്പോൾ നാളെ ആര്യന്റെ എൻട്രി വരുമ്പോൾ അപ്പാനി അത് ചോദിക്കുമോ ഇല്ലെന്നുള്ളതാണ് പറഞ്ഞുള്ള കണ്ടറിയണത്. പക്ഷെ അക്ബർ ഷോക്ക്ഡ് ആയിരുന്നു. അക്ബർ ഭയങ്കര ഷോക്ക്ഡാണ് അത് കേട്ടത്. അത് പുറത്ത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ള ഇന്റർവ്യൂ കണ്ടറിയാ. ഞാൻ ഒരു കാര്യം പറയാം, ഇതിനകത്ത് ഈ അതിഭീകരമായ ഒരു ബോണ്ടിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ അപ്പാനിക്ക് വേണ്ടി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ബോണ്ടിങ് ആര്യന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോന്ന് എനിക്ക് ഡൗട്ട്ഫുൾ ആണ്. അതുള്ളത് എനിക്ക് തോന്നുന്നു അക്ബറിനാണ്. അക്ബർ ഈ പറഞ്ഞ പോലെ എടുത്ത് ഒരു ഇന്റർവ്യൂ കൊടുക്കൂലായിരിക്കും. പക്ഷെ ആരും ഗെയിം കഴിഞ്ഞാൽ ഗെയിമിന്റെ വഴിക്ക് വിടുന്നു എന്ന് പറയുന്ന ഒരു വീട്ടിനകത്ത് കഴിഞ്ഞാൽ അത് അവിടെ കഴിഞ്ഞു എന്ന് പറഞ്ഞു വരുന്ന ഒരു വ്യക്തി പിന്നെ പുറത്തിറങ്ങിയിട്ട് മസ്താനിക്ക് ഇന്റർവ്യൂ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ അത് അയാൾ പറഞ്ഞത് റെലവെന്റ് അല്ലാതായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് ആരെയും കൊടുത്തു, അത് മസ്താനി എടുത്തു. അതിനകത്തും അപ്പാനി കണ്ടന്റ് ആയതാണ് അപ്പാനിയുടെ വിഷയം. അപ്പാനി എനിക്ക് തോന്നുന്നു അപ്പാനി തെറ്റിദ്ധരിക്കാൻ തോന്നുന്നു. ആ പുലിക്കളിന്റെ സാധനം കൊണ്ടുവന്നത് അപ്പാനിനെ കളിയൊക്കെ പോലെയാണ് അവർക്ക് തോന്നുന്നത്. പക്ഷെ അത് ശരിക്കും അവിടെ ഡാൻസിനെ റീക്രിയേറ്റ് ചെയ്തെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ എന്നാലും സ്റ്റിൽ ട്രോമ കാണൂലൂടെ. അപ്പാനി പറഞ്ഞത് എന്താ, ആ മാസ്ക് പോലും അപ്പാനിക്ക് വിഷയമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പിന്നെ അപ്പാനിക്ക് ഈ സാധനം വരുമ്പോ പിന്നെ ഏറ്റവും നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല ആര്യം പോകും. അപ്പാനി ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ അപ്പാനി എക്സ്പെക്ട് ചെയ്യില്ല ആര്യം പോയിരിക്കും മസ്താനിന്റെ അടുത്ത്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ വീട്ടിൽ കയറിയതിൽ ഏറ്റവും ഒരു ഫെയർ നോട്ടിൽ കുറെ അന്നത്തെ നെഗറ്റീവ് ഒരു 50% പോസിറ്റീവായിട്ട് ഇറങ്ങാൻ പോകുന്നത് മിക്കവാറും മസ്താനി ആയിരിക്കും. കാരണം മസ്താനി അവിടെ ഇരുന്നിട്ട് അവരോട് സംസാരിക്കുന്ന ഒരു വേ ഒക്കെ ഉണ്ട്. എന്ത്
ആരും ഉണ്ടായിരുന്നില്ല സംസാരിക്കാൻ, കരഞ്ഞിട്ടാണ് നിന്ന് ജീവിച്ചതൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പെട്ടുപോയൊരവസ്ഥയിലാണ് ഞാൻ പോയെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. അല്ല കയ്യിലിരിപ്പുണ്ടാണ്, അത് വേറെ കാര്യം. അല്ല, ആ ഗെയിം കളിച്ചോണ്ടാണ് കേട്ടോ, ടു ബി ഹോണസ്റ്റ്. ആ ഒരു ഗെയിം കളിച്ചുകൊണ്ട് ഇതിൽ കൂടുതലൊന്നും മസ്താനി എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇനി റീ എൻട്രീന്റെ സമയത്ത് ഇപ്പൊ മസ്താനി എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നതിനനുസരിച്ച് മസ്താനിക്ക് വേണമെങ്കിൽ എന്താവാം. ഞാൻ കംപ്ലീറ്റ് ഒന്നും പറയില്ല, അല്ല ഒരു 20% പറയാൻ പറ്റില്ല. നാളെ ഇനി എന്താ സ്വഭാവം മാറുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. 10-20% ഇല്ല. എനിക്ക് ഇന്ന് മസ്താനിയുടെ ബോഡി ലാംഗ്വേജ് വർത്താനം വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോ അപ്പാനിയോ അക്ബറോ അങ്ങോട്ട് പോയിട്ട് ഈ കാര്യങ്ങൾ ഇട്ട് കൊടുത്താലടക്കം മിക്കവാറും മസ്താനി ഒഴിഞ്ഞു മാറിപ്പോകുന്ന പരിപാടിയായിരിക്കാം. അല്ലെങ്കിൽ മസ്താനി ഒന്നും കൂടി, മസ്താനി ആള് കുറച്ച് ബുദ്ധിമാൻ ബുദ്ധി ഉള്ളതാണ്. അപ്പൊ മസ്താനിക്ക് ലേശം ഒരു സാധനം കൂടുതലുള്ളത് കൊണ്ടും മസ്താനി ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ഗെയിം കളിക്കുകയാണെങ്കിൽ മസ്താനി ഏത് കളിക്കും, മറ്റേ കളിക്കും. ഞാനല്ലേ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് ഏറ്റെടുത്തത്, പിന്നെ എന്തിനാണ് ഈ നിങ്ങൾ വന്നിട്ട് ഈ അനുമോളിയും അനീഷേട്ടനെയും നെഞ്ചിട്ടേക്ക് കയറാൻ നിൽക്കുന്ന മക്കളെ എന്ന് വെച്ചിട്ട് തിരിച്ച് ശൈത്യക്കോ ബിൻസിക്കോ ബാക്കി ഇനിയിപ്പോ അനീഷിനടിക്കാൻ വരുന്ന ബാക്കി ടീംസിനോ അവർക്കൊക്കെ ഇട്ട് കൊടുത്താണ്ടല്ലോ നാട്ടുകാർ 2 കൈയും മുട്ടി സ്വീകരിച്ച് ചാടിപ്പാടി നടക്കും. അത് അങ്ങനെ ഒരു സ്കീം അതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ അതങ്ങനെ പോയി. അതൊരു സൈഡിൽ കൂടി അങ്ങനെ കഴിഞ്ഞു പോയതിന് ശേഷമാണ് ഏത് വരുന്നത്, നമ്മുടെ അല്ല സരികേന്റെ സീൻ നമ്മൾ പറഞ്ഞ സീനാണ്. അത് കഴിഞ്ഞിട്ടാണ് നെവിന്റെ കേസ് വരുന്നത്. നെവിന്റെ മറ്റേ കൈ പൊള്ളിയ സീൻ വരുന്നത്. നെവിന്റെ കൈ പൊള്ളിയ സീൻ എന്ന് പറഞ്ഞാൽ ജിഷിൻ ഈ സീസണിൽ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. സംഗതി ജിഷിനെ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ജിഷിന്റെ കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ കൺവിൻസിങ് ആയിരുന്നു. ഒരു അൺഫെയർ എവിക്ഷൻ പോലെ തന്നെയാണ് ജിഷിന്റെ തോന്നിയത്. ജിഷിൻ ഈ അടുക്കളയിൽ ജിഷിന്റെ ഫുഡ് ഉണ്ടാക്കലും ജിഷിന്റെ കാര്യങ്ങൾക്കും ജിഷിൻ എന്ത് ചെയ്യുന്നില്ല, ഒരു ആരെയും അടുപ്പിക്കാത്ത രീതിയിലോ അല്ലെങ്കിൽ ജിഷിന് സ്വയം ഉണ്ടാക്കുക, വൃത്തി നോക്കുക, അങ്ങനത്തെ പരിപാടികൾ ഉള്ളത്, അങ്ങനത്തെ സ്കീമുകളിൽ ഒരു ഓവർ ഡോമിനേറ്റിംഗ് പരിപാടി ഈ സീസണിൽ നോക്കിയാൽ മതി. ജിഷിൻ എപ്പോഴും ഇതിനടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഓൾവേസ് ഇതിനൊരു ഫൈറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നെവിൻ അവിടെ ഒരു നെവിൻ്റെ അവസ്ഥ നമുക്കറിയാം. നെവിൻ എന്ത് എവിടെ ഒന്നുമില്ല, നെവിൻ വരും കൈയ്യോട് കൊടുത്തുകൊണ്ട് എല്ലാം ചെയ്യും. നെവിൻ എല്ലാം അങ്ങനത്തെ പരിപാടികൾ കാണിക്കുന്ന ഒരാളാണ്. പക്ഷെ നെവിൻ അത് ഭയങ്കര ഹേർട്ടായിപ്പോയി. കാരണം ഇപ്പം എനിക്കാണെങ്കിലോ അവിടെ ഞാനൊരു ഫുഡ് എടുത്തിട്ട് ആ ഫുഡ് ഞാൻ തൊട്ട കാരണം അത് നേരെ വേസ്റ്റ് കൊണ്ടുപോയിട്ട് അതൊക്കെ വൃത്തികെട്ട പരിപാടിയാണ്. അതൊക്കെ മറ്റേ പരിപാടി. ഏത് പരിപാടി അറിയോ, ഈ മേളാലന്മാരും ആഢ്യന്മാരൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ പരിപാടിയാണ്. സംഗതി ജിഷിൻ്റെ ഗെയിമും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇഷ്ടമായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഗതികളൊന്നും സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടികൾക്ക് അത് നിൽക്കാൻ പറ്റൂല, അല്ലെങ്കിൽ അതിലൊന്നും സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ല പേഴ്സണലി. അല്ലാത്ത രീതിയിലുള്ള പരിപാടികളൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. അല്ലാതെ ഇങ്ങനത്തെ ഈ മറ്റേ ആഢ്യത നിറഞ്ഞുള്ള പരിപാടികളോടൊന്നും ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല, സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം ശ്രദ്ധിച്ചോ, നെവിൻ അവിടെ സങ്കടപ്പെട്ടപ്പോൾ ഉള്ളിന്ന് കയറിയവരും ഉള്ളിലുള്ളവരും എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, നെവിനെ സപ്പോർട്ട് ചെയ്യാൻ. അക്ബറും നല്ലോണം കൊടുത്തു, വരട്ടി അടിച്ച് മുൻഷി ബബ്ബടിച്ചു പോയി. മുൻഷിക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി. നെവിന് കൂടുതൽ സപ്പോർട്ട് ഉണ്ട് അവിടെ. അതാണ് നെവിന്റെ വിജയം എന്ന് പറയുന്നത്. ഈ കണ്ടസ്റ്റൻസിന്റെ ഇടയിൽ ഇവൻ ഒരു തരം ഒരു പ്രത്യേക തരം അല്ലെ ഒരു സ്പേസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഈ ചങ്ങായി. അത് അഭി കയറിയപ്പോ തന്നെ പറയുന്നുണ്ട് ഈ കുഞ്ഞിക്കാലിന്റെ കാര്യം. അതൊക്കെ അഭി ഇവൻ എല്ലാവരുടെ വീട്ടിലേക്കും ആക്സസ് ഉള്ള, എല്ലാവർക്കും ആക്സസ് ഉള്ള ഒരാളായിട്ടുള്ള 2 പേരെ ഞാൻ ആ വീട്ടിൽ കണ്ടിട്ടുള്ളൂ. ഒന്ന് ആദിലും ഒന്ന് നെവിൻ. അതിൽ ശ്രദ്ധിച്ചോ, അതിലെല്ലാവരായിട്ടും കണക്റ്റഡാ. അങ്ങനെ അതിങ്ങനെ ഒരു സൈഡിൽ കൂടി ഒരു ലൈൻ അങ്ങനെ പോയി. അത് സത്യം പറഞ്ഞ നെവിൻ കരഞ്ഞപ്പോ, നെവിൻ സത്യത്തിൽ ഈ സീസണിൽ ആദ്യമായിട്ട് അല്ലേ ഫസ്റ്റ് ടൈം അല്ലേ കരയണേ, ഫസ്റ്റോ അല്ലെങ്കിൽ വളരെ കുറച്ചേ നെവിൻ കരഞ്ഞിട്ടുള്ളൂ, നമ്മൾ കണ്ടിട്ടില്ല. എപ്പോഴോ ഷാനവാസിൻ അന്ന് കരഞ്ഞു അവിടെ കണ്ണാടിന് മുന്നിൽ പോയിരുന്ന് കരയുണ്ടല്ലേ. കാരണം ഇപ്പൊ അക്ബർ പറഞ്ഞാണ് ശരി, അവരാണ് ഇത്രയും ദിവസം വെച്ചുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോക്കുണ്ടാവുമ്പോഴും ഇവര് ക്യാപ്റ്റനായ സമയത്തൊക്കെ നെവിനാണ് അവർക്ക് അത്രയും അടിപൊളിയായിട്ട് വെച്ചുകൊണ്ടിരുന്നത്. ഇവരെല്ലാരും കൂടി ഇപ്പൊ കയറി വന്നിട്ട് ഓരോരുത്തർക്കും ഓരോ അജണ്ട ഉള്ള പോലെയാണ് അവരൊക്കെ പെരുമാറുന്നത്. സോ അതങ്ങനെ പോട്ട്. അപ്പൊ അതങ്ങനെ കഴിഞ്ഞു. ആ ഒരു അടി കഴിഞ്ഞിട്ടാണ് പിന്നെ എന്ത് വരുന്നത്, മെയിൻ കോണ്ടന്റ്. അതായത് പ്രമോയിൽ കത്തി ഐറ്റം വരുന്നത് നടക്കാൻ പോണ കോണ്ടന്റ്. അതെ, അത് 12 സംതിങ്ങിന് നടക്കാൻ പോകുന്ന കോണ്ടന്റാണ്. RJ ബിൻസിയും അപ്പാനി ശരത്തും കൂടി അനുമോളോട് പോയിട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പാനി ഇതിനിടയിൽ ഉച്ചയ്ക്ക് പോയിട്ട് ആരോട് സംസാരിച്ചിട്ടുണ്ട്, അനുമോളോട് ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്.
പക്ഷെ ഞാൻ സംസാരിച്ച സമയത്ത് RJ ബിൻസി അപ്പാനിയുടെ കൂടെ നടക്കുന്നു എന്നുള്ള രീതിയിലുള്ളൊരു ടോണിലാണ് ഈ സാധനം വെച്ചേ എന്നാണ് ആര് പറയുന്നത്, അനുമോൾ എടുത്ത് അടിച്ചത്. അനുമോളോട് പലപ്പോഴായിട്ട് ഈ കാര്യം ചോദിക്കുന്ന സമയത്ത് അനുമോൾക്ക് ഒരു ക്ലിയർ കട്ട് ആൻസർ ഒന്നും ഇതിനകത്തില്ല. ഈവൻ അന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും നമ്മൾ പറയുന്നത് എന്താ, അന്ന് നമുക്കും ക്ലാരിറ്റി ഇല്ല. എൻ്റെ ഒരു കണ്ണിൽ ഞാൻ കണ്ടത് എന്താ, ഫസ്റ്റ് ഇതിനെക്കുറിച്ച് സംസാരിച്ചതാരാ? ഷാനവാസ് അല്ല, എൻ്റെ ഓർമ്മയില് രേണുവാണ്. അന്ന് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ, നെവിനെറ്റ് ചോദിച്ചാൽ അതവിടെ അവിടെ കയ്യും പിടിച്ചു ഇല്ലേ? ഈ സാധനത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് രേണു, പിന്നെ നമ്മളെ കലാഭവൻ സരിക, മനസ്സിലായോ? രേണു, കലാഭവൻ സരിക. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് വരുന്നത്, ബാക്കിയുള്ള ടീമുകൾ. അതായത് ആ വീട്ടിൽ ഞാൻ പറഞ്ഞ രേണു, കലാഭവൻ സരിക, ശൈത്യ, അനുമോള്, ഷാനവാസ്, ആദില, നൂറ, ഇത്രയും പേര് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും പേര് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇനി ഇവരെ മാത്രമല്ല, പുറത്ത് നമ്മളൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഇല്ലേ? ഞാൻ എൻഡോസ് ചെയ്യും, കാരണം നമ്മളന്ന് വീഡിയോ ഇട്ട സമയത്ത് നമ്മളും പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായോ? കാരണം നമ്മൾ പറഞ്ഞത് എന്താ, കമന്റ് ബോക്സിൽ ഈ ലൈവും ഈ വീഡിയോസും ഞാൻ പറയാലോ, ഞാൻ അതിന്റെ മുകളിലൊരു ഞാൻ സീസൺ 6 ഒരു ഹാങ് ഓവർ വെച്ച് ഇറങ്ങിയ ഒരാളാണ്. ഞാനത് എന്താ എങ്ങനെയാന്നുള്ളത് പുറത്ത് കണ്ട്, പിന്നെ അകത്ത് കയറി, പിന്നെ പുറത്തിറങ്ങി. ഇപ്പോൾ സീസൺ 6 കഴിഞ്ഞ് 7 ചെയ്യുന്ന സമയത്ത് ഐ ബ്ലഡി വെൽ നോ ഒരു കണ്ടന്റ് എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ നല്ല കണ്ടന്റിൽ നിന്ന് എങ്ങനെയാണ് അത് ഒരു ചീഞ്ഞ കണ്ടന്റ് ആവണമെന്നുള്ളത് പോർട്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതെങ്ങനെയാണ് ആ സംഗതി അങ്ങനെ ആ രീതിയിൽ അത് കൊണ്ടുപോയി വെക്കണമെന്നുള്ളത് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനത് വളരെ വ്യക്തമായിട്ടെന്ന് പറഞ്ഞത്, ബിഗ് ബോസ് ഉറങ്ങിയോ, എഡിറ്റേഴ്സ് ഉറങ്ങിയോ, അവർക്ക് ഇങ്ങനെ ഒരു കണ്ടന്റ് കിട്ടിയിട്ട് അവർ ഇപ്രാവശ്യം അത് എന്ത് ചെയ്യും, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതായി ഇവര്. മനസ്സിലായോ? കാരണം നാട്ടുകാരും കത്തിക്കും. ഓക്കെ, നാട്ടുകാരും ഒന്നും ഉണ്ടായിരുന്നില്ല. അവര് കാഷ്വൽ ടോക്കിൽ ഇരുന്നു, സംസാരിച്ചു, ചിലപ്പോൾ തോളത്ത് കഴിഞ്ഞാൽ കൈ പിടിച്ചിട്ടുണ്ടാവും, തലയിൽ ഇങ്ങനെ ആക്കിയിട്ടുണ്ടാവും. ദാറ്റ്സ് ഇറ്റ്. അവരുടെ ഇടയിൽ എന്തില്ല, ഈ തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഇന്റൻഷനും അവരുടെ ഇടയിലില്ല. ഓക്കെ, ഇതിലേക്ക് ഇപ്പോൾ അനുമോളെ നമുക്ക് ഓബിയസ്ലി ഈ ഒരു സീസൺ കണ്ട എല്ലാവർക്കും അറിയാം, ഒരു സദാചാര അമ്മായി ലൈനിലാണ് ആര് പോണേ. ലൈനല്ല, അതിലാണ് അനുമോളുടെ എല്ലാ കണ്ടന്റും ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് എന്തില്ല, അനുമോളുടെ ഒരു കണ്ടന്റിന് ഗ്രോത്ത് ഇല്ല. ഓക്കെ, ആ ഒരു എക്സ്ട്രീം പ്രോ കുല സാധനത്തിൻ്റെ മുകളിൽ, സദാചാര സാധനത്തിൻ്റെ മുകളിലാണ് അനുമോൾ പിടിച്ച് നിൽക്കുന്നത്. അനുമോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. ശൈത്യ ഉണ്ടായിരുന്നു സംസാരിച്ചപ്പോൾ അനുമോൾ പറഞ്ഞു, സ്പോട്ടിൽ ആദില ക്ലീവേജിന്റെ കാര്യം എടുത്തിട്ടുണ്ട്. അത് ഒരു ഭയങ്കര ഹിറ്റായി പോയി. ഞാൻ എടുത്തു പറയാലോ, ആദില ഈസ് എ പ്രോ കട്ടപ്പട് ഗെയിം. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞേ, പല സീനുകളിലും ആദില, നോറ, അനുമോൾ ഇൻവോൾവ് ആയ വിഷയങ്ങൾ, അല്ലെങ്കിൽ ആദില, നോറ, അനുമോളും കൂടി അറിഞ്ഞ വിഷയങ്ങളിൽ പലപ്പോഴായിട്ട് ആദില, നോറ നൈസായിട്ട് എന്താ അവര് ക്ലവറായിട്ട് മാറും, അനുമോൾ അവിടെ ഇരിക്കും. ഇതാണ് ഇപ്പം ഉണ്ടായത്. ബിൻസിനെ ഞാൻ സമ്മതിച്ച്, ബിൻസി ഏട്ടം വല നോക്കുന്നില്ല. ബിൻസിയുടെ ആവശ്യം എന്താ, ബിൻസിക്ക് ഈ സാധനം അവിടെ വെച്ച്, ഇത് ബിൻസിയുടെ ആവശ്യമാണ്, മനസ്സിലായോ? ബിൻസിക്ക് ഇത് കണ്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല, ഇത് ബിൻസിയുടെ ആവശ്യമാണ്. കാരണം ബിൻസിക്ക് ഒരു സാധനം ഉണ്ട്, ആദ്യം തന്നെ ഫസ്റ്റ് എവിക്റ്റ് ആവുന്നത്, പെട്ടെന്ന് എവിക്റ്റ് ആയതിനു ശേഷം ഈ PR കുറിച്ച് അറിയുന്നു. ബിൻസി അത്രയും ആഗ്രഹിച്ചു മോഹിച്ചു പോയി, ഇത്രയും പെട്ടെന്ന് ഔട്ടായി. അതും ഒരു അൺഫെയർ എവിക്ഷൻ ആയിട്ട് നമ്മളും ഒന്ന് പറയുന്നുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ അൺഫെയർ എവിക്ഷൻ ലിസ്റ്റിൽ എന്താണെങ്കിലും ബിൻസിന്റെ എവിക്ഷൻ നമ്മൾ പറയുന്നുണ്ട്. കാരണം ശൈത്യമൊക്കെ നിൽക്കുന്ന സമയത്ത് ബിൻസി പോകേണ്ട ഒരാളല്ല. അങ്ങനെ നോക്കുമ്പോൾ ബിൻസിന്റെ കാര്യം എന്തായി, ബിൻസിക്ക് ഇത് ക്ലിയർ ചെയ്തേ പറ്റും. കാരണം വേറെ ചാൻസ് ഇല്ല ബിൻസിക്ക്. ബിൻസി പുറത്തിറങ്ങുന്ന സമയത്ത് ബിൻസിയിലേക്കുള്ള ഏക നെഗറ്റീവ് സാധനം എന്ന് പറയുന്നത്, ബിൻസി ഇറങ്ങിയതിന് ശേഷം അനുമോൾ അപ്പാനീനോട് അടിച്ച മറ്റേ ഐറ്റം, നിന്റെ കാരണം ഇവിടുന്ന് ഒരു പെണ്ണ് പോയത്, അവള് രക്ഷപ്പെട്ടു എന്നൊക്കെയുള്ള, ഇത് ബിൻസിക്ക് ഭയങ്കര ക്രൂഷ്യലാണ്. ബിൻസി അടിക്കും. ബിൻസിക്ക് അവിടെ വട്ടർ ചെയ്യാനോ അല്ലെങ്കിൽ ബാക്കി വേറെ PR മൂഡ് താങ്ങിപ്പോയിട്ട് അവിടെ പോയിട്ട് ഒരു കണ്ടസ്റ്റന്റിനെ പൊക്കൊണ്ടോ കാര്യം ബിൻസിക്കില്ല. ബിൻസി പോയി അടിച്ചു. ബിൻസി പോയി നേരെ അടിച്ച ഐറ്റം, ആ ഐറ്റം ബിൻസിക്ക് കൃത്യമായി പ്ലേസ് ചെയ്യാൻ പറ്റി. പക്ഷെ അതിന് മുകളിലൊരു ഗെയിം കളിച്ചത് ആരാണ്? ആദില. ഇപ്പോൾ
അനുമോൾ ഇത് ഈ കോൺവെർസേഷൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്, ഞാൻ മാത്രമല്ലല്ലോ ആ കോൺവെർസേഷനിൽ ഉണ്ടായിരുന്നേ, ഇവരൊക്കെ ഇപ്പം ഞാനൊരു ഡൗട്ട് ചോദിക്കുക സ്നേഹം, ഞാൻ എൻ്റെ ഫ്രണ്ടാണ്, ഞാൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് അത് അപ്പുറത്ത് ആ പെൺകുട്ടി ഇരുന്ന് സംസാരിക്കുമ്പോൾ അവളെ ക്ലീവേജ് കാണുന്നുണ്ട്, ഒന്നില്ലെങ്കിൽ അത് അവളോട് ഡയറക്റ്റ് പോയി പറഞ്ഞിട്ട് ആ ഡ്രസ്സ് നന്നാക്കാൻ പറയും, അല്ലെങ്കിൽ ഞാനത് എന്നോട് പറയുമ്പോൾ ഈ എന്താ പറയുക, സദാചാരം പറയല്ലേ മോനെ, എന്തിനാ അത് പറയുന്നത്, നീ അത് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് ഞാൻ ആരോട് ചോദിക്കും, എന്നോട് ചോദിക്കും. അതിലത് ക്ലിയർ ചെയ്തിട്ടില്ല. ഓക്കെ, ഇതിനുള്ള കൃത്യമായ സാധനം ഞാൻ പറയാം. ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് കാണും വേണം, കൃത്യമായി കേൾക്കും വേണം. ഇപ്പൊ അടുത്ത് അപ്പാണിക്കിട്ടൊരു വലിയൊരു അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. വേറൊരു സാധനം ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഇത് പുറത്തു പോകുമ്പോ നെഗറ്റീവ് അടിക്കാനേ ചാൻസ് ഉണ്ട്. ബിൻസിയായിട്ട് ബിൻസിനെ ഇപ്പം ഒരു കോംബോ കളി കളിക്കുന്നുണ്ട് ഇപ്പൊ ബിൻസിയായിട്ട്. ശ്രദ്ധിച്ചതിനൊക്കെ ശ്രദ്ധിച്ചാ ഇനി ശ്രദ്ധിച്ചോ. ഇനി ഇക്ക ശ്രദ്ധിക്കണം. ഇല്ലില്ല, അവിടെ ഒന്നും ഇല്ല. റോങ് ആവത്തേ ഉള്ളൂ. എന്തോ സംഭവം ഉണ്ട്. ഞങ്ങളുടെ ബുദ്ധി വർക്ക് ചെയ്യണത് ഇതെന്തൊരു കഷ്ടം. അതായത് ഒന്ന് ആലോചിച്ച് നോക്ക്. അനുമോള് ഓബിയസ്ലി അത് അവിടെ നിൽക്കുന്നുണ്ട്, അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, ശൈത്യ അത് പറയുന്നുണ്ട്. ഇത് പുറത്തോട്ട് പോകുമ്പോൾ റോങ് അടിക്കുന്നു പറയുന്ന ആദിലയാണ്. ഇക്ക ഇത് അറിഞ്ഞില്ലെന്ന് ചോദിക്കുന്നത് നൂറയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ഷാനവാസ് അപ്പാനീന് ഈ സാധനവും വെച്ചിട്ട് അവിടെ കിടന്ന് ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നത്. ഈ ബ്ലഡി ഗ്യാങ് ആണ് എന്ത് ചെയ്തത്, ഈ സാധനം എക്സിക്യൂട്ട് ചെയ്തത്. ഓക്കെ, പിന്നെ ഇത് ആ വീട്ടിൽ രേണുസുതിക്ക് അറിയാം, ഈ പറഞ്ഞ കലാപൻസരിക്ക് അറിയാം. പക്ഷെ അവരൊന്നും ഇതേപോലുള്ളൊരു പ്ലാനിങ് സാധനങ്ങൾ ചെയ്തതായിട്ട് എനിക്കറിയില്ല. ഞാൻ കണ്ടത് മറ്റേ രേണുസുതി സോഫ കാണുന്നിട്ട് മറ്റേ നെവിനറ്റ് ചോദിച്ച സമയത്ത് എന്താ പോയതാ. പ്ലാനിങ് ഒന്നുമില്ല. അവര് ചുമ്മാ ഒരു കാഷ്വൽ ആയിട്ട് അതാണ് പറഞ്ഞിട്ട് കണ്ടു, അവര് പറഞ്ഞു, അവര് പോയി കഴിഞ്ഞ്. പക്ഷെ ഇവര് നോക്ക് എന്ത് എത്രത്തോളം ഇവരുടെ ടോക്സിസിറ്റി എത്രത്തോളം ഉണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ആലോചിക്കുന്നത് ഇവരുടെ ആദ്യം അടിച്ച അടി പറയണമെന്നില്ല. അപ്പോഴേക്ക് അനുമോൾക്ക് വായന കിട്ടി. അനുമോള് ഞെട്ടിപ്പോയി. കാരണം അനുമോള് നോക്കുന്ന മോങ്ങൾ എന്താ, ഷാനവാസ് അയ്യോ ഇങ്ങനെ മീശ പിരിക്കുന്നു, ഇവിടെ അക്ബർ അക്ബർ എന്ന് പറയുന്ന ഷാനവാസിനെ ഇന്ന് അവിടെ മഷിയിട്ട് നോക്കിയിട്ട് കാണാനല്ല ആ ഏരിയയിൽ. മഷിയിട്ട് നോക്കിയിട്ട് ഇന്ന് ആ ഏരിയയിൽ നമ്മൾ എപ്പിസോഡിൽ കണ്ടില്ല. ഇനിയിപ്പോ രാത്രി ലൈവ് വരുമ്പോൾ നമുക്ക് അറിയാൻ പാടില്ല ഷാനവാസ് ഇറങ്ങി വരുമോ എന്നുള്ളത്. ആ വഴിക്ക് എപ്പിസോഡിൽ എവിടെയും ഷാനവാസിനെ കണ്ടിട്ടില്ല. ഷാനവാസ് സ്കൂട്ട് നൂറയ്ക്ക് ഒന്നും, അല്ലെങ്കിൽ നൂറ വെട്ടി വെളിച്ചപ്പെടുന്ന ഒരാളാ. നൂറയ്ക്ക് വായ ഉറക്കാൻ ആദില ഗെയിം എന്ന് പറഞ്ഞാൽ നെവിന് നമ്മൾ അൺഎത്തിക്കലാണ്, നെവിൻ കൺവെൻഷണൽ അല്ല എന്നൊക്കെ പറയുമ്പോഴും നെവിൻ്റെ എന്താ പറയുക, നെവിൻ പറഞ്ഞിട്ടാണ് കളിക്കുന്നത്, എത്തിക്സ് ഇല്ലാതെ കളിക്കുന്നത്, പറഞ്ഞിട്ടാണ് കളിക്കുന്നത്. ആദില എൻ്റെ ഗെയിം മാൻ സെയിം, ഒരു എത്തിക്സും ഇല്ലാത്ത സാധനമാണ്, അത് പറഞ്ഞിട്ടുമല്ല കളിക്കുന്നത്. അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോക്ക് ഇതിലും വലിയൊരു അടി ഈ സീസണിൽ കിട്ടാൻ അമ്മ അതിൽ അടി. അത് ഫിനാലെ വീക്കിലാണ് ഈ സാധനം വെച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത അടി. കാരണം ഇതേ റോങ് ആയിട്ട് പോകുന്ന ആദിലയാണ്. ആദിലേന്റെ വായോട് ഇന്ന് പറഞ്ഞു ആദിലാണ്. അനുമോക്ക് ഓർമ്മയില്ല സത്യത്തിൽ എന്തൊക്കെയാ പറഞ്ഞെന്നുള്ളതിനെ കുറിച്ച് ഒരു ഓഡിറ്റും ആയിരിക്കില്ല. അങ്ങനെ ആ സാധനം അവിടെ തീർന്നു. ഓക്കെ, ഇത് കണ്ട നിങ്ങൾക്ക് ഇനി ബാക്കി നിങ്ങളുടെ തീരുമാനം. ഞാൻ പറഞ്ഞല്ലോ, ഇതിലൊരു കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിഷയത്തിലെ സംസാരം കമൻറ്റ് ബോക്സിൽ നടന്നിട്ടുണ്ട്, ഈ വിഷയത്തിലെ സംസാരം കണ്ടൻ്റായി പോയിട്ടുണ്ട്, ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വിഷയത്തിൽ പുറത്തും ടോക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പക്ഷേ
RJ ബിൻസി എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ വെരി പേഴ്സണൽ ഹിറ്റാണ് എന്ത് ഈ സംഗതി. അത് ആ വീട്ടിനകത്ത് ആരും ഇതിപ്പോൾ ഞാൻ പറഞ്ഞ അപ്പാനിക്ക് വരെ ഇത് വലിയ സീനിലാവുന്നു. ഇല്ലെങ്കിൽ അപ്പാനി അത് RJ ബിൻസി. ഇന്നലെ ആ ബിൻസി പറഞ്ഞൊരു സംഗതി ഉണ്ട് ലൈവിനകത്ത്. ഞാൻ പറഞ്ഞു മറ്റേ ആള് എന്നുള്ളതിനെ കുറിച്ച് സംശയമാണ്, എനിക്ക് അറിയില്ല എന്ന് ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇത് ബിൻസിന്റെ സർവൈവലിന്റെ സംഗതിയാണ്. പക്ഷെ എന്താ അവരെല്ലാരും പുറത്തോടൊന്നും സംസാരിക്കാൻ ഞാൻ ആലോചിക്കുന്നത്. ഏത് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഒപ്പം നിക്കണമെന്നോ അങ്ങനത്തെ ഒരു പ്ലാനും ഇല്ലാതെ ആരും ഒരു പരസ്പരം ഒരു കോർഡിനേഷൻ ഇല്ലാത്ത പോലെ. കാരണം എന്താ പറയാ, ബിൻസി ഇല്ലാത്തപ്പോ ശരത്ത് പോയി സംസാരിച്ചിട്ട് അനുമോൾ ഇന്നത് പറഞ്ഞ സമയത്ത് ലാസ്റ്റ് ബിൻസി ഇപ്പൊ നമ്മൾ ആ ഇന്നത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റ് കണ്ടറിയാം, ബിൻസി പോയിട്ട് ശരത്തിനോട് ചോദിച്ചത് അടിയായി. നിങ്ങൾ അങ്ങനെ തന്നെയാണോ പറഞ്ഞത്, നിങ്ങൾ ഏത് ടോണിലാ? അപ്പൊ അവിടെ ശരത്ത് കിടന്ന് ഉരുളുണ്ട്. ശരത്തിന് പ്രോപ്പറായിട്ട് ഒരു ആൻസർ കൊടുക്കാൻ അവിടെ അപ്പൊ എനിക്ക് പറ്റുന്നില്ല. മനസ്സിലായില്ലേ? ഇത് ഒരു സാധനം രണ്ടുപേരും ഒരുപോലെ എഫക്ട് ചെയ്യുന്ന ഒരു ഐറ്റം ആണെങ്കിൽ ഈ പറഞ്ഞ ഷാനവാസ് അപ്പാനിക്ക് എടുത്തടിച്ചതും പുറത്ത് ഇങ്ങനെ കടന്ന് ചുറ്റിക്കറങ്ങിയതൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ കുറേ സാധനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് രണ്ടുപേർക്കും ഒരേപോലെ എഫക്ട് ചെയ്തൊരു ഐറ്റമാണിത്. അപ്പോൾ അത് ആരിൽ നിന്ന് വന്നു, എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു സംഗതി. ഇനിയിപ്പോൾ ഓക്കെ അനുമോൾ അടിക്കാനാണ് നിങ്ങളുടെ പ്ലാൻ, അല്ലെങ്കിൽ അനുമോളെ ചോദ്യം ചെയ്യാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിലും അതൊന്ന് അല്ലേ ഒന്ന് നിങ്ങളിതിന് മുന്നേ ഒരു പ്ലാനിങ് വേണ്ടിയിരുന്നു. ഞാൻ കളിക്കുന്നത് ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാ. ലാസ്റ്റ് അങ്ങനെ പോയി. ഇതിൽ ആർക്കാ ബെനിഫിറ്റ് പറയൂ? ആദില നോറ. സീരിയസ്ലി ശൈത്യ എക്സ്പോസ്ഡ് ആയി. കാരണം അനുമോൾ അവിടുന്ന് ശൈത്യ ഉണ്ടായിരുന്നു കൂടെ എന്ന് പറഞ്ഞു. ഷാനവാസ് വന്നില്ല, എക്സ്പോസ്ഡ് ആയി. കാരണം ഷാനവാസും അതിന്റെ ഭാഗമായി എന്നുള്ളത് ഓബിയസ് ആയി. ആദില നോറയും പിന്നെ ഒപ്പം ഉണ്ടായിരുന്നു. ആദില കയറിയിട്ട് ക്ലീവേജിന്റെ സാധനം അടിച്ചോടുകൂടി ആദില ക്ലീൻ ചെയ്യും. പെട്ടെന്ന് അനുമോളൊന്നും പറയാനും കിട്ടിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പറയേണ്ടതാണ്. അല്ല അനുമോള് കൊറേ അങ്ങനത്തെ പറയുന്നോണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഉറപ്പുള്ള സാധനം വെച്ചത് നിന്നതാവും. ആലോചിക്കാൻ വയ്യ അനുമോളുടെ ഒക്കെ അവസ്ഥ. എന്തായാലും കാരണം ബിൻസി ഇരുന്ന് നല്ല ഉണ്ടായി. അതിനിടയ്ക്ക് പിന്നെ അതും പറയുന്നുണ്ട് മറ്റേ കാര്യം, പിന്നെ ശരത്തിനോട് പറയുന്നുണ്ട് അപ്പാനിനോട് ആ സംഭവം മറ്റേ ക്ലീവേജിന്റെ കാര്യം പറഞ്ഞിട്ട്. എന്നിട്ട് എന്റെ അടുത്തേക്കാ വരുന്നത് എന്ന് അനുമോള് പറഞ്ഞു. അതായത് ബിൻസി എന്റെ അടുത്തേക്കാ വരുന്നെന്നാണ് അപ്പാനി അനുവിനോട് പറഞ്ഞത്. അതായത് ടോണിനെ കുറിച്ച് അല്ല, അത് ക്ലീവേജ് അല്ല, അത് മറ്റേ കാര്യം. അത് നൈസായിട്ട് അപ്പാനി അപ്പാനി പറഞ്ഞു വെച്ചത് എന്റെ അടുത്തേക്ക് ബിൻസി വരുന്നു, ഞാനായിട്ട് തെറ്റ് ചെയ്യാൻ പറ്റില്ല, ഞാനായിട്ട് ബിൻസിന്റെ അടുത്ത് പോകണ്ട, ബിൻസി എന്റെ അടുത്തായിട്ട് വരുന്നത് എന്നുള്ളത്. അനുമോളോട് ഞാൻ പറയുന്നത് രണ്ടാളും പോയി ചോദിക്കേണ്ട കാര്യം എന്തിനാണ് അപ്പാനി പറ്റുക? അത് ഏത് തമാശ മൂഡിൽ ചോദിക്കേണ്ട ഒരു കാര്യമാണോ? അങ്ങനത്തെ ബോഡി ലാംഗ്വേജ് ചോദിക്കേണ്ട ഒരു കാര്യമൊന്നും അല്ല. പക്ഷെ അവിടെ അവരെ സംസാരിച്ചപ്പോ ബിൻസിയാനും പുറത്തിറങ്ങട്ടെ ഞാൻ ബാക്കി തരാറുണ്ട്. വല്ല വീഡിയോസ് എന്തെങ്കിലും ഉണ്ടാവോ ഇനി? എന്ത് വീഡിയോ? അതായത് അപ്പാനി പറഞ്ഞ രീതി ലൈവിലോ? അതിന്റെ ക്ലിപ്പോ സാധനങ്ങളോ അറിയാൻ പാടില്ല തോന്നുന്നു. എന്തായാലും രാത്രി ഇപ്പൊ അതിന്റെ ബാക്കി കാണാം നമുക്ക്. രാത്രി കുറച്ചും കൂടി കണ്ടു കഴിഞ്ഞാലാണ് ഇതിന്. എന്തായാലും അനുമോള് കുറെ എല്ലാരും പറയുന്നുണ്ടായിരുന്നു മറ്റേ ഇതുകൊണ്ട് എന്താ ഉണ്ടാവുക എനിക്ക് അനുമോക്ക് സപ്പോർട്ട് കൂടും. കുറച്ചല്ല കുറച്ചധികം. അല്ല അനുമോൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നതാണ് സത്യം പറഞ്ഞ ആഗ്രഹം. കുറച്ചധികം കൂടും ഈ സംഗതി. ഒരു വഴിക്ക് ഇത് കൂടാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് അനുമോക്ക്. കണ്ടറിയാം. കപ്പ് കൊടുക്കട്ടെ പാവല്ലേ, എന്തേനെ കപ്പ് കൊടുക്കണം. ഞങ്ങൾക്കൊക്കെ ആഗ്രഹം കപ്പ് കൊടുക്കണം എന്നാണ്. അപ്പോൾ ഓക്കെ ഗൈസ്.